മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാൻ നോക്കാം. മലയാളം എന്ന് പറയുമ്പോൾ നമ്മൾ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യൂലേ, അതായത് ഇംഗ്ലീഷ് ആ ഒരു ഉച്ചാരണം ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് മലയാളം കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോണിനകത്ത് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതിന് വേണ്ടി പ്ലേ സ്റ്റോറിൽ പോയിട്ട് മലയാളം കീബോർഡ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കീബോർഡ് കിട്ടും. മംഗ്ലീഷ് കീബോർഡ് എന്നാണ് എൻ്റെ ലോഗോയിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഇമേജുള്ള ലോഗോയാണ്. അപ്പോൾ മംഗ്ലീഷ് കീബോർഡ് നമ്മൾ ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരിക. ഇവിടെ പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റിൽ ലോഡാൻ പറ്റും. ഇവിടെ മംഗ്ലീഷ് കീബോർഡിലേക്ക് സ്വാഗതം. സെലക്ട് ചെയ്തു. ആദ്യമായി കീബോർഡ് ആക്ടിവേറ്റ് ചെയ്യുക. അടുത്ത പേജിൽ മംഗ്ലീഷ് കീബോർഡ് എന്ന നേരെ കാണുന്ന ടോൺ ലിസ്റ്റ് ഓൺ ആക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. വീണ്ടും ബാക്ക് വന്നിട്ട് സെലക്ട് കീബോർഡ് എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. മംഗ്ലീഷ് കീബോർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കീബോർഡ് സെറ്റിങ്സ് എടുക്കുക. അവിടെ നമുക്ക് കീബോർഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം സെറ്റിങ്സുകളൊക്കെ ആവശ്യമെങ്കിൽ ഓൺ ഓഫ് ഒക്കെ ആക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഓട്ടോ കറക്ഷൻ, അതുപോലെ തന്നെ കീബോർഡിൻ്റെ വൈബ്രേഷനും അതൊക്കെ ഓൺ ഓഫ് ഒക്കെ നമുക്ക് ആക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ തീമും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇത്രയൊക്കെയാണ് ഇവിടെ ചെയ്യാനായിട്ടുള്ളത്. വൈബ്രേഷനൊക്കെ ഓഫ് ചെയ്തിടുന്നതായിരിക്കും ടൈപ്പ് ചെയ്യാൻ കുറച്ചൊരു കംഫർട്ട്. ഇനി നമുക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ മലയാളം നമ്മൾ ടൈപ്പ് ചെയ്യാണ്. അതായത് ഇംഗ്ലീഷിൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കിട്ടുന്ന രീതിക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം അവിടെ കിട്ടും. നമുക്ക് ഇത്ര ടൈപ്പ് ചെയ്തതാണ്. അവിടെ താഴെ കൊടുത്തിരിക്കുന്ന പച്ച നിറത്തിലുള്ള മാ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷും മലയാളവും സ്വിച്ച് ചെയ്യാൻ പറ്റും. അത് മാ ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓൺ ആയി കഴിഞ്ഞാൽ മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് എഴുതാനും സാധിക്കും.